എല്ലാവർക്കും നമസ്കാരം. അധ്യാത്മപഥം ഭാഗവത പഠന വേദിയുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്ദന ശ്ലോകങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് മുതൽക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ഭാഗം നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. വന്ദന ശ്ലോകങ്ങൾക്ക് രണ്ട് ഭാഗങ്ങളാണുള്ളതെന്നും അതിൽ ഒന്നാമത്തെ ഭാഗമായിട്ട് പ്രാർത്ഥന ശ്ലോകങ്ങൾ, ആചാര്യ പരമ്പരയെയും ഒക്കെ വന്ദിക്കുന്ന നമ്മുടെ ഇഷ്ടദേവതയെയും ആചാര്യ പരമ്പരയെയും വന്ദിക്കുന്ന ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ഭാഗവതത്തിന്റെ വന്ദന ശ്ലോകങ്ങൾ, നമ്മൾ സാമ്പ്രദായികമായി ഭാഗവതത്തെ സ്തുതിക്കുന്ന അല്ലെങ്കിൽ ഭാഗവതത്തിന്റെ തുടക്കത്തില് ജപിക്കുന്ന ശ്ലോകങ്ങൾ. ഈ ശ്ലോകങ്ങളിൽ ഒട്ടുമുക്കാലും ശ്ലോകങ്ങൾ, അവസാനത്തെ ഒന്ന് രണ്ടെണ്ണം ഒഴിച്ചു വെച്ചാൽ ബാക്കി എല്ലാ ശ്ലോകങ്ങളും തന്നെ ഭാഗവതത്തിൽ തന്നെയുള്ള ശ്ലോകങ്ങളാണ്. അപ്പോൾ നമ്മൾ അതിന്റെ ആശയത്തെ പറയുന്ന സമയത്ത് ഇപ്പോൾ ശ്ലോകം ചൊല്ലുകയും അതിന്റെ ആശയത്തിന്റെ ഒരു ലഘുവായ രൂപം മാത്രം കാണുകയും ചെയ്യും. കാരണം ഈ ശ്ലോകങ്ങളൊക്കെ വളരെ വിസ്തരിച്ച് ഭാഗവതത്തിൽ ഈ ശ്ലോകങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ്. മാത്രമല്ല ആ സമയത്ത് ഇതിൽ ഓരോ ശ്ലോകങ്ങൾക്കും പല ആശയങ്ങളുണ്ട്. നമ്മൾ മൾട്ടിപ്പിൾ ഡയമെൻഷൻ എന്ന് പറയും, പല തലത്തിൽ നിന്നാണ് ആ ശ്ലോകങ്ങളുടെ അർത്ഥങ്ങളുള്ളത്. അപ്പൊ അത് നമ്മൾ ആ സമയത്ത് കൂടുതൽ വിസ്തരിച്ച് കാണും. ഇപ്പോൾ നമ്മളതിന്റെ ചെറിയ രൂപം മാത്രം പറയും. പ്രാരംഭമായിട്ട് നമ്മൾ മുൻപ് ചൊല്ലി പഠിച്ച വന്ദന ശ്ലോകങ്ങളുടെ ഒന്നാമത്തെ ഭാഗത്ത് പഠിച്ച ശ്ലോകങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് ഈ ഇന്നത്തെ ക്ലാസ്സിലെ ശ്ലോകങ്ങളിലേക്ക് വരാം. ഓം യസ്യാന്തം നാദിമധ്യം നഹി കരചരണം നാമഗോത്രം ന സൂത്രം നോ ജാതിർനൈവ വർണ്ണോ ന ഭവതി പുരുഷോ നോ നപുംസം ന ച സ്ത്രീ നാകാരം നോ വികാരം നഹി ജനിമരണം നാസ്തി പുണ്യം ന പാപം തത്വം നോ തത്വമേകം സഹജ സമരസം സദ്ഗുരും തം നമാമി. ലക്ഷ്യോൽഭ്രഷ്ട സമസ്ത ദുർഗമജനാൻ സന്മാർഗമാർഗേ നയൻ സ്വസ്പഷ്ടാമൃതതത്വപൂരിതഗിരാ സർവസ്യ സഞ്ചോതക നാനാഭാവ വിചിത്ര ജീവിതരസാനുൽബോധയൻ സർവദാ ബ്രഹ്മാനന്ദ സുഖാനുദേശി ഭഗവൻ അധ്യാത്മമൂർത്തേ നമഃ. യന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംനാം അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. വാഗീശാദ്യാസ്സു മനസഃ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാസ്യു തം നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീമക്ഷമാലാം ദധാനം ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സാ മേ വാഗ്ദേവതേയം നിവസതു വദനെ സർവദാ സുപ്രസന്നാ. പീതാംബരം കലവിരാജിത ശക്രശംഖകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതി സുന്ദരമന്ദഹാസം വാദാലയേശമനിശം ഹൃദി ഭാവയാമി. പവനതനയചേത പങ്കജാർക്കം മുനീന്ദ്രൈരനുദിനമനസേവ്യം കോമളം ശ്യാമളാംഗം ദിനകരകുലദീപം ജാനകീ ഭാഗ്യരാശിം കരധൃതശരചാപം നൗമി വില്വാദ്രിനാഥം. ആത്മാത്വം ഗിരിജാമതിം സഹചരാ പ്രാണശരീരം ഗൃഹം പൂജാം തേ വിഷയോപഭോഗരചനാ നിദ്രാ സമാധിസ്ഥിതി സഞ്ചാരപദയ പ്രദക്ഷിണ വിധി സ്തോത്രാണി സർവാ ഗിരാ യദ്യൽ കർമ്മ കരോമി തത്തദഖിലം ശംഭോ തമാരാധനം. ഇത്ര വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഇനി പുതിയ ശ്ലോകങ്ങൾ നമുക്ക് ഈ ആഴ്ചയിൽ പഠിക്കാനുള്ള ശ്ലോകങ്ങൾ ഭാഗവതത്തിന്റെ ആദ്യത്തെ ശ്ലോകം തന്നെയാണ്. ഭാഗവതത്തിന്റെ പ്രാർത്ഥനാ ശ്ലോകങ്ങളിലും ആദ്യമായിട്ട് ഉള്ളത്. നമുക്ക് ചൊല്ലാം, എന്നിട്ട് സാമാന്യമായ അർത്ഥം കാണാം.
ഓം ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയാം തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തോഹകം സത്യം പരം ധീമഹി. ആദ്യത്തെ ശ്ലോകത. ഈ ശ്ലോകം വളരെ വിപുലമായ അർത്ഥങ്ങൾ, വളരെ വിശേഷമായ പല അർത്ഥങ്ങളോട് കൂടിയിട്ട് നിരവധി തരത്തിലുള്ള വ്യാഖ്യാനങ്ങളോട് കൂടിയിട്ട് ആചാര്യന്മാര് വർണ്ണിക്കാറുണ്ട്. നമ്മളതിന് മുഴുവൻ കാണുന്നത് ഭാഗവതം തുടങ്ങുമ്പോൾ ആവാം. ഇപ്പൊ വന്ദന ശ്ലോകങ്ങൾ അതിന്റെ ഏറ്റവും ലഘുവായ ഒരു അർത്ഥം മാത്രം നമുക്ക് ചർച്ച ചെയ്യാം. ജന്മാദ്യസ്യ യതഃ അന്വയാദ് ഇതരതശ്ച അർത്ഥേഷു അഭിജ്ഞ സ്വരാട് എന്നാണ് തുടങ്ങുന്നത്. ഇവിടെ നമ്മൾ ഈശ്വരനെ വന്ദിക്കുകയാണ് ഈ ശ്ലോകത്തിന്റെ മുഖ്യമായിട്ടുള്ള ഒരു സങ്കല്പം. അതോടൊപ്പം ഭാഗവതത്തിന്റെ വിഷയവും കൂടി ഇതിൽ പറയുന്നുണ്ട്. എന്താണ് ഭാഗവതത്തിൽ പറയുന്ന സാരം, എന്തിനെ കുറിച്ചാണ് ഭാഗവതത്തിൽ പറയാൻ പോകുന്നത്, ഇതൊക്കെ ആമുഖമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പായിട്ട് വന്ദന ശ്ലോകങ്ങളാണെന്നുള്ള സങ്കല്പവും ഈ ശ്ലോകത്തിലുണ്ട്. അപ്പൊ ഒരേ സമയം വന്ദന ശ്ലോകവുമാണ്, ഭാഗവതത്തിന്റെ സാരവും വർണ്ണിക്കുന്നുണ്ട്. ഇനി ഇതിനപ്പുറത്ത് ഈ ശ്ലോകങ്ങളുടെ പദങ്ങളെ, ഈ ശ്ലോകത്തിലെ പദങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ഥാനം മാറ്റി അന്വയിച്ചു കഴിയുമ്പോൾ അതിന് വ്യത്യസ്തങ്ങളായ നിരവധി അർത്ഥങ്ങളും ആചാര്യന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലേറ്റവും ലഘുവായി ഉള്ള ഒരർത്ഥം മാത്രമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. പിന്നെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഈശ്വരനെ വന്ദനമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈശ്വരൻ ഏത് രൂപത്തിൽ അഥവാ ഏത് ഈശ്വരനെയാണ് നമ്മൾ സ്തുതിക്കുന്നത് എന്നതാണ് ആദ്യം പറയുന്നത്. അപ്പോൾ ജന്മാദ്യസ്യ യതോന്വയാദ് ഇതരതശ്ച, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടിക്കും നിലനിൽപ്പിനും ഇനി ഒടുവിലുള്ള പ്രളയത്തിനും അഥവാ ഉപസംഹാരത്തിനും കാരണമായിരിക്കുന്നത് ഏതൊരു ഈശ്വരനാണോ ആ ഈശ്വരനെ, ഈ ഈശ്വരനെ നമ്മൾ സ്തുതിക്കാനുള്ള കാരണം അഥവാ ഈശ്വരൻ സൃഷ്ടിക്കും സ്ഥിതിക്കും പ്രളയത്തിനും കാരണമാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അന്വയാത് ഇതരതശ്ച, അന്വയവും വ്യതിരേകവും, ഈ രണ്ട് പ്രകരണങ്ങളെ അഥവാ ഈ രണ്ട് ഉപാധികളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈശ്വരൻ സൃഷ്ടി അഥവാ ഈ പ്രപഞ്ചത്തിന്റെ വിസ്താരം, ഈ പ്രപഞ്ചം മുഴുവൻ ഈ രൂപത്തിൽ കാണപ്പെടുന്നത് നിർവഹിച്ചത് എങ്ങനെയാണ്? അതിന് രണ്ട് വഴികളാണുള്ളത്. ഒന്ന് അന്വയം, ഇനി ഒന്ന് വ്യതിരേകം. അന്വയം എന്ന് പറഞ്ഞാൽ എന്തിനോടെങ്കിലൊക്കെ ചേർന്നിരിക്കുക. ഭഗവാൻ ആദ്യം ആകാശം തുടങ്ങിയ പഞ്ചഭൂതങ്ങളെയും മറ്റ് തന്മാത്രകളെയും ഒക്കെ സൃഷ്ടിച്ചു. എന്നിട്ട് അതിലേക്ക് അനുപ്രവേശിച്ച് ഭഗവാൻ അതിനോട് ചേർന്ന് ഇരുന്നപ്പോൾ, അന്വയിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ പ്രപഞ്ചം ഈ കാണുന്ന രൂപത്തിൽ, നമ്മളിപ്പോ കാണുന്ന പ്രപഞ്ച രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടു അഥവാ കാണപ്പെടുന്നു. അത് കാണപ്പെടുകയാണ് ചെയ്യണം. നമ്മുടെ സനാതന ധർമ്മത്തിൽ അഥവാ നമ്മുടെ വൈദിക ധർമ്മത്തിൽ സൃഷ്ടിയെ കുറിച്ച് പറയാ, ഈ സൃഷ്ടിയൊക്കെ കാണപ്പെടുന്നതാണെന്നാണ്. യഥാർത്ഥത്തിൽ ഉള്ളത് എന്നല്ല, മറിച്ച് ഇതൊക്കെ കാണപ്പെടുന്നതാണെന്ന്. അങ്ങനെ അപ്പൊ കാണപ്പെടുന്നതായ ഈ പ്രപഞ്ചത്തിൽ ഭഗവാൻ എന്തിനോടൊക്കെ ചേർന്നിരുന്നുവോ, അഥവാ ഇനിയിപ്പോ ഭഗവാൻ എന്നല്ല, ഭാഗവതം തുടക്കത്തിൽ പറയുന്നുണ്ട് ബ്രഹ്മ ഇതി പരമാത്മാ ഇതി ഭഗവാൻ ഇതി ശബ്ദതേ. ബ്രഹ്മം എന്നും ഭഗവാൻ എന്നും പരമാത്മാവെന്നും വ്യവച്ഛേദിക്കുന്നത് അഥവാ വ്യവഹരിക്കപ്പെടുന്നത് ഒരേ ഈശ്വരനെ തന്നെയാണ്, അഥവാ ഒരേ വസ്തുവിനെ തന്നെയാണ്. ഒന്നിനെ തന്നെ ചിലര് വേദാന്തികളായ ആളുകൾ ബ്രഹ്മം എന്നും ഭക്തന്മാരായ ആളുകൾ ഭഗവാൻ എന്നും, ഇനി മറ്റൊരു തരത്തിൽ ജീവാത്മാവ് പരമാത്മാവ് എന്ന വേർതിരിച്ച് അങ്ങനെ സങ്കല്പിക്കുന്ന ആൾക്കാരാണെങ്കിൽ പരമാത്മാവ് എന്നും ഒക്കെ വ്യവഹരിക്കുന്നത് എന്തിനെയാണ്? ഒരേ ആളെ തന്നെയാണ്, ഒക്കെ വേറെ വേറെയല്ല എന്ന്. അപ്പൊ ആ ബ്രഹ്മം, അത് ആ ഭഗവാൻ എന്തിനോടൊക്കെ ചേർന്നിരുന്നുവോ ആ ചേർന്നിരുന്നതൊക്കെ ലോകത്തുള്ളതായി കാണപ്പെടുന്നുണ്ട്. അന്വയം. ഇനി വ്യതിരേകം എന്ന് പറഞ്ഞാലോ, ഇതിന് നേരെ വിപരീതം. ഈശ്വരൻ എന്തിനോടൊക്കെ ചേർന്ന് ഇരുന്നിട്ടില്ലയോ അഥവാ എന്തൊക്കെയായിട്ട് ഈശ്വരൻ പരിണമിച്ചിട്ടില്ലയോ അതൊന്നും ഈ ലോകത്ത് ഇല്ലാത്തതായിട്ടും ഉണ്ട്. ഇല്ലാത്തതായിട്ട് എങ്ങനെ ഉണ്ടാവുക? നമുക്ക് പറയാൻ വാക്കുകളുടെ പരിമിതിയാണ് അവിടെ. ഇല്ലാത്ത അവസ്ഥ ഉണ്ട് എന്നാണ്. ഒരു ഉദാഹരണം പറയാം. ഉദാഹരണം കൂടുതൽ കൺഫ്യൂഷൻ ആവാതിരിക്കട്ടെ, എന്നാലും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഉദാഹരണം പറയാം. ഈശ്വരൻ ആകാശം തുടങ്ങിയ പഞ്ചഭൂതങ്ങളെയൊക്കെ സൃഷ്ടിച്ചു. എന്നിട്ട് ആ സൃഷ്ടിച്ച പഞ്ചഭൂതങ്ങളിലേക്ക് അനുപ്രവേശിച്ചു.
അപ്പോൾ ആകാശങ്ങളിൽ നിന്ന്, ആകാശത്ത് തുടങ്ങിയവയിൽ നിന്ന് ക്രമത്തിൽ മറ്റു പലതുമായി സൃഷ്ടി ഉണ്ടായി. ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ നമ്മൾ ഈ കാണുന്നതൊക്കെ കാണുന്നുണ്ട്. ഇപ്പൊ ആകാശത്ത് നക്ഷത്രങ്ങളുണ്ട്, നമ്മൾ ഇരിക്കുന്ന ഈ കസേര തുടങ്ങിയ സാധനങ്ങളുണ്ട്, നമ്മുടെ മുമ്പിലുള്ള ആളുകളുണ്ട്. ഇങ്ങനെ ഇതെല്ലാം ഭഗവാൻ സൃഷ്ടിച്ചപ്പോൾ അഥവാ ഭഗവാൻ ഇതിനോടൊക്കെ അനുപ്രവേശിച്ചപ്പോൾ ഈ രൂപത്തിലൊക്കെ ഉണ്ട്. ഇതാണ് അന്വയം എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി വ്യതിരേകം എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്, ഇവിടെ വ്യതിരേകം എന്നത് ശ്ലോകത്തിലില്ല, ഇതരത എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതരം എന്ന് പറഞ്ഞാൽ അന്വയം അല്ലാത്തത്, മറ്റൊന്ന് എന്നർത്ഥം. അന്വയം അല്ലാത്തത് അന്വയത്തിന്റെ കൂടെ നമ്മൾ പറയാറുള്ളത് വ്യതിരേകം എന്നുള്ള. അപ്പൊ ആ വ്യതിരേകമാണ് അടുത്ത പദം പരിചയപ്പെടേണ്ടത്. വ്യതിരേകം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഭഗവാൻ എന്തിനോട് ചേർന്നിട്ടില്ലയോ അതില്ല. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മുയലിന്റെ കൊമ്പുള്ള മുയൽ ഇല്ല. ഭഗവാൻ കൊമ്പുള്ള മുയൽ എന്നൊന്ന് സങ്കല്പിച്ചിട്ടുമില്ല, ഭഗവാൻ അങ്ങനെ ഒന്ന് സൃഷ്ടിച്ചിട്ടുമില്ല, ഭഗവാൻ അതിലേക്ക് അനുപ്രവേശിച്ചിട്ടുമില്ല, അതിനോട് ചേർന്നിരിക്കുന്നുമില്ല. അതുകൊണ്ട് കൊമ്പുള്ള മുയൽ എന്നൊന്ന് ഇല്ല. മറിച്ച് എഴയുന്ന പാമ്പും പറക്കുന്ന പക്ഷികളും കായകൾ ഉണ്ടാകുന്ന മരങ്ങളോ ചെടികളോ ഇതിലൊക്കെ ഭഗവാൻ ചേർന്നതാണ്. അതുകൊണ്ട് അതൊക്കെ ഉണ്ട്, ഉള്ള അവസ്ഥ ഉണ്ട്. അതാണ് സാങ്കേതികമായി പറയുന്ന വാക്ക്. ഉണ്ട് എന്ന ഒരു അവസ്ഥ ഉണ്ട്. മറ്റതോ കൊമ്പുള്ള മുയല് അല്ലെങ്കിൽ പറക്കുന്ന കുതിര, ഇങ്ങനെ ഇതൊന്നും നമ്മൾ ലോകത്തില്ല. അതുകൊണ്ട് ഇതൊന്നും ഭഗവാൻ അതിലേക്ക് അനുപ്രവേശിച്ചിട്ടില്ല. ഭഗവാന്റെ സൃഷ്ടിയിൽ അങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ല എന്ന അവസ്ഥ ഉണ്ട്. അതാണ് നമുക്ക് സ്പഷ്ടമാവാൻ വേണ്ടി. കാരണം ഇവിടെ ഉണ്മ അഥവാ സത്യം ആണ് പറയാൻ പോകുന്ന വിഷയം. സത്യം എന്ന് വെച്ചാൽ ഉണ്മയാണ്. ഉണ്മ എന്ന് വെച്ചാൽ എക്സിസ്റ്റൻസ്. ഇപ്പൊ എന്താണ് ഉള്ളത് രണ്ടവസ്ഥകളാണ്. അതിൽ ഒരവസ്ഥ എന്ന് പറയുന്നത് ഈ ഭഗവാൻ അനുപ്രവേശിച്ചിട്ട് നമ്മൾ കാണപ്പെടുന്ന അവസ്ഥയും, ഭഗവാന്റെ ബന്ധം ഇല്ലാത്തതിനാൽ ഇല്ല എന്ന അവസ്ഥയും. ഇങ്ങനെ രണ്ടവസ്ഥകളാണ് ലോകത്തുള്ളത്. സൃഷ്ടി കൂടുതൽ നമ്മൾ കാണാം. അപ്പോൾ ഈ ആശയക്കുഴപ്പം കുറച്ചുകൂടിയൊക്കെ തീരും. പിന്നെ സൃഷ്ടിയെ കുറിച്ച് എത്രയൊക്കെ പറഞ്ഞാലും ആശയക്കുഴപ്പം ഉണ്ടാവും. കാരണം അത് പൂർണ്ണമായും ഉള്ളതല്ല, കാണപ്പെടുന്നതാണ്. കാണപ്പെടുന്നതിൽ ആശയക്കുഴപ്പം ഉണ്ടാവും. കാരണം നമ്മൾ സ്വപ്നം കാണുന്നത് പോലെ കാണുകയാണ്. അതുകൊണ്ട് ആശയക്കുഴപ്പമുണ്ടാവും. സ്വപ്നത്തിൽ നമുക്ക് കൃത്യവും സ്പഷ്ടവും വ്യക്തവുമായിട്ടുള്ള എന്തെങ്കിലും ഒന്നും ഉണ്ടാവില്ല. എല്ലാറ്റിലും ആശയക്കുഴപ്പം സഹജമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് സൃഷ്ടിയെ കുറിച്ച് എവിടെ പറയുമ്പോഴും ആശയക്കുഴപ്പം അതിൻ്റെ കൂടെയുള്ളതാണ്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. കാരണം സൃഷ്ടിയല്ല വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ ഉള്ളത്, സൃഷ്ടികർത്താവായ ഈശ്വരനാണുള്ളത്. അതുകൊണ്ട് സൃഷ്ടിയെ കുറിച്ച് നമുക്ക് ആശയക്കുഴപ്പം എത്ര ഉണ്ടായാലും അതിനെക്കുറിച്ച് പരിഭ്രമിക്കുകയേ വേണ്ട. ഭാഗവതം കുറച്ചൊക്കെ വായിച്ച് പരിചയമുള്ള ആൾക്കാർക്കൊക്കെ സൃഷ്ടിയെ കുറിച്ച് കേൾക്കുമ്പോഴൊക്കെ കൺഫ്യൂഷനാണ്. അത് പേടിക്കേ വേണ്ട. കാരണം സൃഷ്ടികർത്താവായ ഈശ്വരനെയാണ് നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവേണ്ടത്. ഈശ്വരനെ അറിയുന്നതിലാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. സൃഷ്ടി എന്നത് വാസ്തവത്തിൽ ഇല്ലാത്തതാണ്, നമുക്ക് കാണപ്പെടുന്നതാണ്. അപ്പൊ അതില് കൺഫ്യൂഷൻ ഉണ്ടായാലും ആശയക്കുഴപ്പം ഉണ്ടായാലും ഒരു കുഴപ്പമില്ല. അതങ്ങനെ തന്നെ വയ്ക്കാം എന്നതാണ് ഏറ്റവും നല്ല മാർഗം, നമുക്കൊക്കെ പ്രായോഗികമായ മാർഗം. ഇത് ആദ്യത്തെ ഭാഗം. പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായ ഈശ്വരൻ, ഈ സൃഷ്ടിക്ക് പുറകിൽ ഭഗവാൻ, അന്വയം വ്യതിരേകം എന്നീ രണ്ട് ഭാവങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സൃഷ്ടിയെ വർദ്ധിപ്പിച്ച ആ ഈശ്വരൻ, സൃഷ്ടിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം ഇപ്പോ എല്ലാ സൃഷ്ടിയുമായിട്ട് ഇരിക്കുന്നതും ആ ഈശ്വരനാണ്. ഇനി ഈ കാണുന്ന സൃഷ്ടിയൊക്കെ ഇല്ലാതെയാകുമ്പോഴും അവശേഷിക്കുന്നത് അഥവാ ഈ പ്രപഞ്ചം മുഴുവൻ ഏതൊരു ഭഗവാനിലാണോ ചെന്ന് ലയിക്കുന്നത് ആ ഈശ്വരൻ. ഇങ്ങനെയുള്ള സൃഷ്ടി സ്ഥിതി സംഹാര കാരകനായ ഈശ്വരനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ആദ്യ ഭാഗം. ഇനി രണ്ടാമത് ഇതിന്റെ തുടർച്ച എങ്ങനെയാന്ന് വെച്ചാൽ, ഈ ഈശ്വരൻ, ഈ സൃഷ്ടികർത്താവായ പ്രളയകാരകനായ സ്ഥിതിക്കും കാരകനായ ഈ ഈശ്വരൻ സർവജ്ഞനുമാണ്, സ്വയം പ്രകാശിക്കുന്നവനുമാണ്, അഭിജ്ഞനുമാണ്, അതുപോലെ സ്വരാടുമാണ്. സ്വയം പ്രകാശിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെളിച്ചം ഉണ്ടാക്കുന്ന ആള് അങ്ങനെ അർത്ഥമല്ല. മിന്നാമിനിങ് പോലെയോ അല്ലെങ്കിൽ പുറകിൽ ലൈറ്റൊക്കെ വെച്ചിട്ട് വരുന്നത് പോലെ അല്ല. മറിച്ച് എന്താ ഉദ്ദേശിക്കുന്നത്? സ്വയമേവ മറ്റുള്ള ഒരാൾക്ക് അഥവാ സ്വയമേവ അറിയിക്കുന്നവനാണെന്നുള്ളത്. അപ്പൊ അഗ്നി ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി നമുക്ക് വേറെ എന്തിൻ്റെങ്കിലും ഒരു സഹായം ആവശ്യമില്ല. ലൈറ്റ് കത്തുന്നുണ്ട് എന്നറിയാൻ നമുക്ക് വേറെ ഒന്നിന്റെ സഹായം ആവശ്യമില്ല. നമ്മൾ മുമ്പ് കറണ്ടൊക്കെ വോൾട്ടേജൊക്കെ ഇത്രയും ഉണ്ടാവുന്നതിന് മുമ്പുള്ള കാലത്തൊക്കെ, കുറച്ചു കാലം മുമ്പൊക്കെ നമ്മൾ തമാശയായിട്ട് പറയായിരുന്നു, ബൾബ് കത്തുന്നുണ്ടോ എന്ന് നമ്മൾ ടോർച്ച് അടിച്ച് നോക്കണം.
ബൾബ് കത്തുന്നുണ്ട് എന്നറിയാൻ വേറൊന്നിന്റെ സഹായം വേണം. പക്ഷെ ഈശ്വരനെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ഒന്നുമില്ല. നമുക്ക് നമ്മളെ അറിയാൻ മറ്റൊന്നിന്റെ സഹായം ആവശ്യമില്ല. ഞാനുണ്ട്, ഇതെല്ലാവർക്കും അറിയാം. മറിച്ച് എനിക്ക് ആഭരണങ്ങളുണ്ട്, എനിക്ക് വസ്ത്രം ധരിച്ചിട്ടുണ്ട്, എൻ്റെ കൂടെയുള്ള ആളുകൾ ഉണ്ട്, ഇങ്ങനെ ചുറ്റുപാടുള്ളതിനെ ഒക്കെ അറിയണമെങ്കിൽ നമുക്കൊരു മറ്റൊന്നിന്റെ സഹായം വേണം. സ്പർശ ഗുണം ഉള്ളത് കൊണ്ടാണ് എനിക്ക് സ്പർശിക്കുമ്പോഴാണ് എൻ്റെ ശരീരത്തിൽ ആഭരണമുണ്ട് എന്ന് ഞാൻ അറിയുന്നത്. വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സ്പർശം ഉള്ളപ്പോഴാണ്. എപ്പോഴെങ്കിലും ഒക്കെ ചിലപ്പോൾ നമ്മൾ കുറേ നേരം കഴിയുമ്പോൾ നമ്മൾ യൂസ്ഡ് ആകുമ്പോൾ നമ്മളിത് ഇങ്ങനെ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് ഒരു ശീലമാകുമ്പോൾ ചിലപ്പോഴൊക്കെ നോക്കുമ്പോൾ തപ്പി നോക്കേണ്ടി വരും. കണ്ണട മുഖത്ത് വെച്ചിട്ട് ആളുകൾ തെരഞ്ഞു നോക്കും, തൊട്ടു നോക്കണം. സ്പർശം എന്ന ഒരു പുറത്തുനിന്ന് ഒരു സ്പർശം വന്നാലേ അറിയുള്ളൂ. പക്ഷെ ഈശ്വരനെ അറിയാൻ നമുക്ക് അങ്ങനെ മറ്റൊരു സ്പർശമോ രുചിയോ കാഴ്ചയോ ഒന്നും ആവശ്യമില്ല. ഏതുപോലെ ഞാനുണ്ട് എന്ന എൻ്റെ അറിവ് പോലെ. ഞാനുണ്ട് എന്ന് അറിയാൻ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ആവശ്യമില്ല, ഏതെങ്കിലും ഒരു സഹായം ആവശ്യമില്ല. തൊടണം എന്നില്ല, അല്ലെങ്കിൽ മണക്കണമെന്നില്ല, രുചിക്കണമെന്നില്ല, കേൾക്കണമെന്നില്ല. അതൊന്നുമില്ലെങ്കിലും ഞാനുണ്ട്. ഈ ബോധം നമുക്കുള്ളതുപോലെ ഈശ്വരൻ സ്വരാടാണ്, സ്വയം പ്രകാശിക്കുന്നവനുമാണ് ആ ഈശ്വരൻ. അതുകൊണ്ട് സ്വയമേവ അറിയുന്നവനാണ്. അതുപോലെ തന്നെയാണ് ഭഗവാൻ സർവജ്ഞനുമാണ്. എല്ലാറ്റിനെ കുറിച്ചും അറിയുന്നയാളാണ്, എല്ലാ വിഷയങ്ങളെ കുറിച്ചും അറിയുന്ന ആളുമാണ്. സർവജ്ഞനുമാണ് ഭഗവാൻ, സർവജ്ഞനാണ്, സ്വരാടാണ്. ഇനി അടുത്ത ഭാഗം എങ്ങനെയാന്ന് വെച്ചാൽ, ഈ സ്വയം പ്രകാശിക്കുന്നവനും സർവജ്ഞനുമാണ് ഈശ്വരൻ എങ്കിലും അഭിജ്ഞഹാബി പണ്ഡിതന്മാരായ ആളുകൾ പോലും, സൂരയഹാബി പണ്ഡിതന്മാരായ ആളുകൾ പോലും ഈ ഈശ്വരനെ സ്വയം അറിയുന്ന കാര്യത്തിൽ മുഹ്യന്തി, അവർക്ക് പോലും മോഹിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കുന്നു എന്നർത്ഥം. അവർക്ക് പോലും ആശയക്കുഴപ്പം ഉണ്ടാവുന്നു, തെറ്റിദ്ധാരണകൾ ഉണ്ടാവുന്നു, അവർക്ക് പോലും കൺഫ്യൂഷൻ ഉണ്ടാവും. അങ്ങനെയുള്ള ആളാണ് ഈശ്വരൻ. ഈശ്വരൻ സ്വയമേവ അഭിജ്ഞനാണ്, സർവജ്ഞനാണ്, സ്വയമേവ ഭഗവാൻ സ്വരാടാണ്, സ്വയം പ്രകാശിക്കുന്നവനാണ്. എന്നിരുന്നാലും ഭഗവാനെ അറിയുന്ന വിഷയത്തിൽ നമുക്കൊക്കെ, നമ്മളെപ്പോലുള്ള ആളുകൾക്കൊക്കെ, അതിൽ തന്നെ പണ്ഡിതന്മാരായ ആളുകൾക്ക് പോലും, കവയഹ അഭി സൂരയഹ അഭി, അവർ പോലും മുഹ്യന്തി, മോഹിച്ചു പോകുന്നു. മോഹിക്കുന്നു എന്ന് വെച്ചാൽ ആഗ്രഹിക്കുന്നു എന്നല്ല. മലയാളത്തിൽ നമ്മൾ ആ വാക്ക് ആഗ്രഹം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇവിടെ മോഹിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കുന്നു എന്നാണ് അർത്ഥം. നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും. അപ്പൊ ഈ തെറ്റിദ്ധാരണ എങ്ങനെയാ ഉണ്ടാവുന്നത്? അതിനൊരു ഉദാഹരണമാണ് ഇവിടെ പറയുന്നത്. തേജോവാരി മൃതാം യഥാ വിനിമയോ എന്നുള്ളത്. തേജസ് അഗ്നി, വാരി ജലം, മൃത്ത് മണ്ണെന്നോ മുത്തെന്നോ ഒക്കെ പല അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഉറപ്പുള്ള വസ്തു, ഘനം ഉള്ള വസ്തു എന്നുള്ള അർത്ഥത്തിലാണ്. അഗ്നിയും വെള്ളവും മണ്ണും ചേർന്നിട്ട് പല തരത്തിലുള്ള കാഴ്ചകൾ സമ്മാനിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണെങ്കിലും ഉള്ളതുപോലെ തോന്നുന്ന പല കാഴ്ചകളും നമുക്ക് സമ്മാനിക്കാറുണ്ട്. ഏറ്റവും പ്രശസ്തമായ ഉദാഹരണം നമുക്കൊക്കെ അറിയണത്, കേട്ടിട്ടുള്ളതുണ്ടാവും. മരുഭൂമിയില് മണ്ണ് മാത്രമുള്ളിടത്ത് സൂര്യപ്രകാശത്തിന്റെ തേജസ്സിൽ നിന്ന്, അപ്പൊ ആ തേജസ്സും മണ്ണും കൂടി ചേർന്നിട്ട് വെള്ളം ഉള്ളതുപോലെ മരീചിക, നമുക്ക് കേട്ടു പരിചയമുണ്ടല്ലോ. മരീചിക കാണാൻ മരുഭൂമിയിൽ പോകണമെന്നൊന്നുമില്ല. അതില്ലെങ്കിലും ശരി, നമുക്കിപ്പോ കേരളം മുഴുവൻ നല്ല റോഡ് പണി നടക്കുന്നുണ്ടല്ലോ. ഈ നല്ല റോഡിൽ നല്ല ഉച്ച സമയത്ത് പോകുമ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് നീരാവി വരുന്നത് പോലെ നമുക്ക് തോന്നും ചിലപ്പോഴൊക്കെ. യഥാർത്ഥത്തിൽ ഇല്ല, വെള്ളമേ അവിടെ ഇല്ല, എന്നാലും നമുക്ക് തോന്നും, ചൂട് കൊണ്ട് നമുക്ക് തോന്നും. ഇതാണ് മരീചികയുടെ ഒരു ലഘുവായ രൂപം. അപ്പൊ അത് നമുക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ധാരാളം ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇല്ലാത്ത വെള്ളം ഉള്ളതുപോലെ തോന്നുന്നു. ഇനി എവിടെയെങ്കിലുമൊക്കെ കുറച്ച് ദൂരത്ത് ഒരു വെള്ളത്തുള്ളി ഇരിക്കുകയാണ്, അതിൽ സൂര്യപ്രകാശം തട്ടിയിട്ട് പ്രതിഫലിച്ചാൽ നമുക്ക് മുത്തായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആ റിഫ്ലക്ഷൻ നമുക്ക് തോന്നിപ്പോകും. എന്തോ പ്രകാശിക്കുന്ന എന്തോ വസ്തു അവിടെ ഇരിക്കുന്നുണ്ട്, അത് ചിലപ്പോൾ മുത്താണോ സ്വർണമാണോ വെള്ളിയാണോ എന്നൊക്കെ തോന്നിപ്പോകും. അതുപോലെ ബദ്രീനാഥിലൊക്കെ മഞ്ഞുമലയില് നമ്മള് സ്വർണ്ണ നിറത്തില് കാണാറുണ്ട്, അല്ലെങ്കിൽ വെള്ളി നിറത്തില് കാണാറുണ്ട്. ചന്ദ്രന്റെ നിലാവ് വരുന്ന സമയത്ത് വെള്ളി നിറത്തിൽ കാണാറുണ്ട്. സൂര്യൻ വരുന്ന സമയത്ത്, സൂര്യോദയ സമയത്ത് സ്വർണ്ണ നിറത്തിൽ കാണാറുണ്ട്, നീലകണ്ഠ പർവ്വതമൊക്കെ. ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കാണാൻ പോണട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഇല്ലാത്തത് സ്വർണ്ണ നിറത്തിൽ അവിടെ ഇല്ലാത്ത മഞ്ഞിനെ സ്വർണ്ണ നിറത്തിൽ കാണുന്നു. അതുപോലെ ഇല്ലാത്ത
വെള്ളം മരുഭൂമിയിൽ ഉള്ളതായിട്ട് കാണുന്നു, അങ്ങനെ ഇല്ലാത്തത് കാണപ്പെടുന്നു. അതുപോലെ പ്രപഞ്ചവും ഇല്ലാത്തതിനെ നമ്മളൊക്കെ കാണുന്നുണ്ട്. ആ കണ്ടതിൽ നമ്മളൊക്കെ മോഹിച്ചു പോകുന്നുണ്ട്, തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. ഇനി ഇതിന്റെ പരിഹാരാർത്ഥം ഈ തെറ്റിദ്ധാരണ നീക്കി, ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത് മായ ബന്ധം ഉള്ളത് കൊണ്ടാണെന്നാണ് പറയാം. മായയാണ് കാരണം എന്നാണ് പറയാം. അപ്പൊ മായാബന്ധത്തെ നീക്കി, ഈ തെറ്റിദ്ധാരണ നീക്കി നമ്മളെ സത്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി, നമുക്ക് സത്യത്തെ സാക്ഷാത്കരിച്ച് കിട്ടുന്നതിന് വേണ്ടി ഈ സൃഷ്ടി സ്ഥിതി സംഹാരകാരകനായ അതേ ഈശ്വരനെ തന്നെ നമ്മൾ ധ്യാനിക്കുന്നു എന്നാണ്. സത്യം പരം ധീമഹി, പരമമായ ആ സത്യത്തെ, സത്യസ്വരൂപനെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ഇവിടെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? പറയുന്ന വക്താവും കേൾക്കുന്ന ശ്രോതാവും. അതൊരു ഉപനിഷത്തിന്റെ ശൈലിയാണ്. ഉപനിഷത്തിലാണ് അങ്ങനെ 3 തരത്തിലുള്ള ശാന്തിയെ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ശൈലി ഉപനിഷത്തിലെ ശൈലിയാണ്. അപ്പൊ തേജോ വാരി മൃതാം യഥാ വിനിമയോ എത്ര സർഗോ മൃഷ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. പരമമായ സത്യത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. നിരസ്തകുഹകമായ സ്വേന സദാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം, സ്വയമേവ ഈ മായാബന്ധം ഇല്ലാതെ, നിരസ്തകുഹകം എന്ന് പറഞ്ഞാൽ മായയുടെ ബന്ധം ഒട്ടുമില്ലാതെ എന്നർത്ഥം. ഇങ്ങനെ സ്വയം പ്രകാശിച്ചുകൊണ്ട് സർവജ്ഞനായിട്ട് ഇരിക്കുന്ന ഈശ്വരനെ ഞങ്ങൾ ധ്യാനിക്കുന്നു. എന്തിന് ഞങ്ങൾ ധ്യാനിക്കുന്നത്? എന്തിനാ? ആ പരമമായ സത്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി എന്നാണ് ഒന്നാമത്തെ ശ്ലോകം. ഒന്നുകൂടി ഓടിച്ചിങ്ങനെ പറഞ്ഞാൽ, ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കുകയും സ്ഥിതി ചെയ്യുകയും സംഹരിക്കുകയും ചെയ്യുന്നത് ഏതൊരു ഈശ്വരനാണോ, ആ സർവജ്ഞനും അതുപോലെ സ്വയം പ്രകാശിക്കുന്നവനുമായ ആ ഈശ്വരനെ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആ ഈശ്വരൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് യഥാർത്ഥത്തിൽ ഇല്ലാത്തത് ഉണ്ട് എന്ന തോന്നലായിട്ടാണ് പ്രപഞ്ച സൃഷ്ടി ഉള്ളത്. മായയായിട്ടും ഒക്കെ നമുക്ക് സൃഷ്ടി ഉണ്ട് എന്ന് തോന്നുന്നു. ആ തോന്നൽ ഇല്ലാതെയാക്കി ഈ സത്യസ്വരൂപനായ ഈശ്വരനെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ധ്യാനിക്കുന്നു. ഇവിടെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആചാര്യൻ, അതുപോലെ ശിഷ്യന്മാര്, അല്ലെങ്കിൽ ഗുരു ശിഷ്യന്മാര്, വക്താവ് ശ്രോതാവ്. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ, നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുന്നു എന്നാണ് ഇവിടുത്തെ മന്ത്രത്തിന്റെ, ഈ പ്രാർത്ഥനയുടെ ആദ്യത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. കൂടുതൽ നമുക്ക് ഭാഗവതം തുടങ്ങുമ്പോൾ ഈ ശ്ലോകം അപ്പോൾ